السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. بل تؤثرون الحياة الدنيا والآخرة خير وأبقى. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും അഖില ലോകപരിപാലകനും ജഗനിയന്താവുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രബോധിപ്പിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുവഹിദുകളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, രൂപപ്പെടുത്തേണ്ടുന്ന 2-3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. ഒന്ന്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം എന്ന വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. രണ്ടാമത് സൂചിപ്പിച്ചത് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ നിന്നാണ് നമ്മളത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് എന്നും അത് ഏതൊരു മാർഗത്തിലാണ് നമ്മൾ ചിലവഴിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യമായി സൂചിപ്പിച്ചത് ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ബന്ധങ്ങളെ ഊഷ്മളമാക്കുകയും ബന്ധങ്ങളെ സ്ഥാപിക്കുകയും നമ്മളോട് പ്രയാസമുള്ളവനോട് ബന്ധം ചേർക്കുകയും ചെയ്യണമെന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ സംബന്ധിച്ചു.
ആരാണ് വിജയി എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അലയിൽ ഞാൻ ഓതിവച്ച ആയത്തിന്റെ തൊട്ടു മുകളിലായി 2 ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ ഏറ്റവും നന്നായി പരിശുദ്ധപ്പെടുത്തിയവനാണ്, അതേപോലെ തന്നെ തന്റെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുകയും ആ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പരലോകത്ത് വിജയം നേടുന്ന ആളുകൾ എന്നാണ് സൂറ അലയിൽ അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സൂചിപ്പിച്ചത്. ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം പൊതുവായി മനുഷ്യനിൽ കാണുന്ന ഒരു സ്വഭാവത്തെ അള്ളാഹു പറഞ്ഞു. എന്നാൽ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തെ അതിപ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും കഠിനമായി അവർ ദുനിയാവിന്റെ ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസികളെ നിങ്ങളിൽ ഉണ്ടാകേണ്ടത്, മനുഷ്യരെ നിങ്ങളിൽ ഉണ്ടാവേണ്ടത് ആഖിറമാണ്, പാരത്രികമായ ജീവിതമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നും അതേപോലെ തന്നെ എന്നെന്നും നിലനിൽക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു, ആ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് പുതിയൊരു കാര്യമല്ല. ഇന്ന ഹാദാ ലഫി സഹ്ഫിൽ ഊല, ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഏടുകളിൽ അത് കാണാൻ കഴിയും. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും നൽകപ്പെട്ട വേദങ്ങളിലുമൊക്കെ ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ അഅല അള്ളാഹു അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ പൊതുവായി അങ്ങനെയാണ്. ദുനിയാവിന്റെ ജീവിതത്തെയാണ് അവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറ തൗബയിൽ അതിന്റെ 24-ാമത്തെ ആയത്തിലൂടെ എന്തിനെയാണ് മനുഷ്യൻ ഏറെ സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണെങ്കിൽ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിൽ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണെങ്കിൽ, വ അശീറത്തുക്കും, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളാണെങ്കിൽ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്താണെങ്കിൽ, മാത്രമല്ല വ തിജാറതൻ തർലൗന കസാദഹ, അല്ല നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടമാണെങ്കിൽ, മാത്രമല്ല വ മസാകിന തർലൗനഹ, നിങ്ങൾ സംതൃപ്തമായി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീടുകളാണെങ്കിൽ. 8 കാര്യങ്ങളെ എണ്ണി പറഞ്ഞു. ഈ 8 കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളും, വജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ സഹിക്കുന്ന ജിഹാദിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം. എന്താണ് കാത്തിരുന്നു കൊള്ളേണ്ടത്? ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹു അവന്റെ കൽപ്പനയാകുന്ന ശിക്ഷ നിങ്ങളിലേക്ക് ഇറക്കുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു തെമ്മാടികളായ ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ 8 കാര്യങ്ങൾ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോകുന്ന 8 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവും അവന്റെ റസൂലും അതേപോലെ തന്നെ അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവുമായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കേണ്ടത് എന്നാണ്. നിങ്ങൾ ഈമാനിനൊരു മാധുര്യമുണ്ട് എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈമാനിന്റെ മധുരം തിരിച്ചറിഞ്ഞവരാണോ ഞാനും നിങ്ങളും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുമ്പോ അവൻ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട്.
ആ അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ മാധുര്യം എന്ന പ്രവാചകൻ പറഞ്ഞു. സലാസുൻ, 3 വിഭാഗം ആളുകൾ, മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, അവർക്കാണ് ഈമാനിന്റെ മാധുര്യത്തെ കാണാൻ കഴിയുക, ആസ്വദിക്കാൻ കഴിയുക. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണിയ ഒരു കാര്യം, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അത് അള്ളാഹുവോടുള്ള സ്നേഹമായിരിക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമായിരിക്കുക. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകനോടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതെങ്കിൽ അവൻ അനുഭവിക്കുന്ന ഒരു സമാധാനവും അവൻ അനുഭവിക്കുന്ന ആ ഈമാനിന്റെ ഒരു മാധുര്യത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഹലാവത്ത് ഉണ്ടാക്കാൻ, ഒരു മാധുര്യം ഉണ്ടാക്കാൻ, ഒരു സമാധാനം ഉണ്ടാക്കാൻ, ഒരു നിർഭയത്വം ഉണ്ടാക്കാൻ, നമ്മുടെ ഇഷ്ടം നമ്മളെക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ, ദുനിയാവിന്റെ ജീവിതത്തെക്കാൾ അള്ളാഹുവിലേക്കും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനിലേക്കും ആ സ്നേഹം എത്തേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയത്. നമുക്ക് അള്ളാഹുവോട് ഇഷ്ടമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം. എനിക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ? നമ്മുടെ സംസാരത്തിലുണ്ട്. ആ ഇഷ്ടം എവിടെ മാത്രം നിൽക്കുന്നു? എന്റെയും നിങ്ങളുടെയും നാവിലാണ് ആ ഇഷ്ടമുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പച്ചയായ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ ആ അള്ളാഹു നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളുവാൻ, എന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ഒന്നാമത്തേതായി, എന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒന്നാമത്തെ പ്രവർത്തനം ആ അള്ളാഹു ഇഷ്ടപ്പെടുന്നതായി, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നതായി തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കാം. നമുക്ക് അള്ളാഹുവുമായുള്ള ബന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്കുള്ള സ്ഥാനം എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മൻ അറാദ അയ്യഅലമ മാ ലഹു ഇൻദല്ലാഹി ജല്ല ദിക്റുഹു. എന്റെ സ്ഥാനം നമുക്ക് ആലോചിക്കണ്ടേ? ദുനിയാവ് പിരിഞ്ഞു പോകണ്ടേ? ദുനിയാവ് പിരിഞ്ഞു പോയാൽ മരണമില്ലാത്തൊരു ലോകത്തേക്കല്ലേ ഞാനും നിങ്ങളും ചെല്ലുന്നത്? ആ മരണമില്ലാത്ത ലോകത്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന എന്റെ റബ്ബിന്റെ പക്കൽ എന്റെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്റെ സ്ഥാനം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്ത് സ്ഥാനമായിരിക്കണം നമുക്ക് ലഭ്യമാകേണ്ടത് എന്ന് നമ്മൾ ദുനിയാവിന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ നോക്കേണ്ടത് എന്ന അള്ളാഹുവിന് അവന്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമാണ് അവൻ നൽകിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെ ദുനിയാവിന്റെ ജീവിതത്തിൽ സ്വീകരിച്ചതെങ്കിൽ ആ അർത്ഥത്തിലാ പടച്ച റബ്ബ് പാരത്രികമായ ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും സ്വീകരിക്കുക. നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ഒരുമിക്കപ്പെടും എന്നുള്ളതിൽ നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. മരിക്കുമെന്ന് ഉറപ്പാണല്ലോ. എപ്പോഴാന്നുള്ളൊരു സംശയമുള്ളൂ. മരിക്കാത്തവരായി ആരുമില്ല. നമ്മളൊക്കെ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകും, അല്ലേ? എന്നാൽ അവിടെ നമ്മളെയൊക്കെ അള്ളാഹു അവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറ യാസീനിൽ അതിന്റെ 32-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, വ ഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ളറുൻ. വ ഇൻ കുല്ലും ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ളറുൻ. അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നാണ്. നോക്കി നിങ്ങള്, നമ്മളൊരു അവസ്ഥയാണ്. വരാനിരിക്കുന്ന ലോകത്ത്, പരലോകത്ത് നമ്മളൊക്കെ തന്നെ ചെന്ന് നിൽക്കുന്നുണ്ട്. ആരുടെ മുമ്പിലാ? നമ്മെ സൃഷ്ടിച്ച, നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന നമ്മുടെ റബ്ബിന്റെ മുമ്പിലാ, അല്ലെ? ഏതൊരവസ്ഥയിലാണ് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുക? ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ചിന്തയായി അവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. ഞാൻ എന്റെ റബ്ബിനെ എങ്ങനെയാണ് എന്റെ റബ്ബിനെ കണ്ടുമുട്ടുക? അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്നുണ്ടോ? ഇത് നമ്മൾ ആലോചിക്കണം. എവിടുന്ന് ആലോചിക്കണം? പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ എത്തിയിട്ടല്ലോ.
ആലോചിക്കേണ്ട സമയമാണിത്. ആയുസ് തീർന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു വയസ്സ് കൂടി നമ്മൾ അടുത്തത് മരണത്തിലേക്കാ. ഒരു വയസ്സ് കൂടി എന്ന് പറയുമ്പോ അത് ചിന്തിക്കേണ്ടുന്ന ഒരു സമയം ഈ സമയമാണ് എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ അവനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ നമ്മുടെ ജീവിതം ആലോചിക്കുക. എന്താ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഹുബ്ബു കലാമില്ല എന്ന. ഹുബ്ബു കലാമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമിനെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ കലാം ഏതാ? വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഇഷ്ടപ്പെട്ടോ? ആ വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ആ വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകൾ ഈ ഒരു പുതിയ വർഷം വന്നപ്പോ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്കൊരു കത്തെഴുതി തന്നാൽ അത് വായിക്കാനുള്ള ആകാംക്ഷ നമുക്കുണ്ടാവും, അല്ലെ? ചിലപ്പോ അത് വീണ്ടും 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 എടുത്ത് നമ്മൾ വായിക്കാറുണ്ട്. കാരണം അയാളോടുള്ള ഇഷ്ടം എത്രയാണോ ആ ഇഷ്ടത്തിനനുസരിച്ച് അതിന്റെ വായനയും അതിനെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകും. അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ, അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. ഞാൻ നിങ്ങൾ ആലോചിക്കുക, ഇന്നത്തെ ജീവിതത്തിൽ തുടക്കം ഈ ഒരു സമയമാകുന്നതിന് മുമ്പ് നമ്മൾ എത്ര ആയത്തുകളിലൂടെ ഞാനും നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ ഒരു അടയാളം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനുമായി, അള്ളാഹുവിന്റെ കലാമുമായി അവന് ബന്ധമുണ്ടാവുക എന്നതാണ്. ഖുർആൻ വായിക്കാൻ, ഖുർആൻ പഠിക്കാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളിലുള്ള താല്പര്യം എത്രയുണ്ട് നമ്മൾ ആലോചിക്കണ്ടേ? അതാണ് നമ്മുടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഒന്നാമത്തെ അളവുകോലായി ഞാനും നിങ്ങളും കാണേണ്ടത്. എത്ര സമയം നാം കണ്ടെത്തി? പുതുവർഷമാണ് 2024. അത് ആ ബന്ധത്തെ ഊഷ്മളമാക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയ. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മൾ അടുത്തത് നമ്മുടെ മരണത്തിലേക്കാണ് എന്നാണ്, അല്ലേ? അതേപോലെ തന്നെ ആ കലാം കേൾക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാന്റെ കലാം അത് കേൾക്കുന്ന ഒരു ശീലം നമുക്കുണ്ടോ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഒരാഗ്രഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്? ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദ്, എനിക്ക് നീ ഖുർആൻ ഒന്ന് പാരായണം ചെയ്തു തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, അഖ്റഉ അലൈക, പ്രവാചകരെ വിശുദ്ധ ഖുർആൻ ഞാൻ താങ്കൾക്ക് ഓതി തരികയോ? വ അലൈക ഉൻസില, താങ്കളുടെ മേലല്ലേ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? താങ്കളുടെ മേൽ ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ഞാൻ താങ്കളുടെ മേൽ ഓതി കേൾപ്പിക്കുകയോ പ്രവാചകരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരിഹി, അത് ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ കേൾക്കാൻ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പ്രവാചകൻ, ആ പ്രവാചകന് ഖുർആൻ കേൾക്കാൻ ആഗ്രഹിക്കുകയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അത് പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോ അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന് മധുരതരമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുക. സൂറത്തുൻ നിസായിലെ 41ാമത്തെ ആയത്തിലെത്തുമ്പോ ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹഉലാഇ ശഹീദ. ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതുകളിൽ അലക്കുമ്പോ, അല്ലെങ്കിൽ പ്രവാചകന്റെ മനസ്സുകളിൽ ആ ആയത്തുകൾ കേൾക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്, മതി, നിർത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ. മാത്രല്ല അങ്ങനെ അത് നിർത്തിയപ്പോഴോ ഫൈദാ ഐനാഹു തദ്രിഫാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോ കണ്ണ് നിറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ, വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോ
വിശുദ്ധ ഖുർആൻ വായിച്ചു പോകുമ്പോ നമുക്ക് നമ്മുടെ കണ്ണ് നനഞ്ഞുകൊണ്ട് ആ ഖുർആനിനെ ഏറ്റെടുക്കാൻ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് അല്ലെ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആൻ പഠിച്ചവരാണെങ്കിലും അത് ഹിഫ്ളാക്കിയവർ പോലും മറ്റുള്ളവരിൽ നിന്ന് അത് കേൾക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത് എന്നാണ്. ഖുർആൻ കേൾക്കുന്നത് ഇഷ്ടപ്പെടണമെന്നാണ് അല്ലെ. നമ്മൾ ആലോചിക്കുക, ഇന്ന് ഖുർആൻ കേൾക്കാൻ ഞാനും നിങ്ങളും എത്ര സമയം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? നമുക്ക് ഇഷ്ടമുണ്ടോ ഖുർആൻ കേൾക്കുന്നത്? അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നത്? അതേപോലെ തന്നെ എത്ര സമയം അത് കേൾക്കാൻ ഞാനും നിങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്? അതിന്റെ പാരായണത്തിന്, അതിന്റെ പഠനത്തിന്, അതേപോലെ തന്നെ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതിന്, ആ കേൾക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട് എന്ന പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്തമിഉ ഇലൽ ഖുർആനി, ആ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്ന് പറയുന്നത്, അത് ഒരാൾ പാരായണം ചെയ്യുമ്പോ കേൾക്കുക എന്നുള്ളത് അതിന്റെ ഓരോ ഹറഫിനും ഒരു നന്മയാണ്. മാത്രമല്ല ഓരോ നന്മക്കും അത് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന്. നിങ്ങൾ ഓതുന്നത് പ്രതിഫലമുള്ളതാണ്, കേൾക്കുന്നത് പ്രതിഫലമുള്ളതാണ്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ അതിനോട് സ്വീകരിച്ച നിലപാടെന്താ? നമ്മുടെയൊക്കെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഉണ്ടല്ലോ അല്ലെ. സ്വന്തമായി നമുക്കൊക്കെ മൊബൈൽ ഉണ്ട്. മാത്രല്ല നമുക്ക് വേണമെങ്കിൽ വാഹനങ്ങളുണ്ട്. സ്വന്തമായി എന്ന് പറയാൻ നമുക്ക് വീടുണ്ട്, റൂമുണ്ട്, നമുക്ക് സ്വകാര്യമായിട്ടുള്ള പലതും നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ ഓരോ സഹോദരങ്ങളും രക്ഷിതാക്കളും ആലോചിക്കേണ്ടത് നമുക്കൊക്കെ സ്വന്തമായി ഒരു ഖുർആൻ ഉണ്ടോ എന്നാണ്. ഒരു ഖുർആൻ നമുക്കുണ്ടോ? ഞാൻ പാരായണം ചെയ്യുന്ന, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ വീടുകളിൽ ഉമ്മ പാരായണം ചെയ്തിരുന്ന, വല്യമ്മ പാരായണം ചെയ്തിരുന്ന, വല്യപ്പ പാരായണം ചെയ്തിരുന്ന വല്യപ്പാന്റെ ഖുർആനാ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഖുർആൻ ഉണ്ടോ? നമ്മൾ ആലോചിക്കുക. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി അല്ലാഹുവാണ്, ഇന്നി ലഅക്റഹു, ഞാൻ വെറുക്കുന്നുണ്ട്. എന്താണ് വെറുക്കുന്നത്? അയതി അലയ്യ യൗം, എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു വരുന്നത്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ അൻതളിറു ഫീഹി ഇലൽ മുസ്ഹഫി, മുസ്ഹഫിലേക്ക് നോക്കാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വന്നു പോകുന്നതിനെ ഞാൻ വെറുക്കുന്നു അല്ലെ. നമ്മൾ ആലോചിക്കും, മുസ്ഹഫിക്ക് നോക്കിയിട്ട് എത്ര ദിവസമായിട്ടുണ്ടോ? വിലയിരുത്തണ്ടേ നമ്മള്? പരലോകാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എനിക്ക് എന്റെ സ്വന്തമായി ഒരു ഖുർആൻ, ആ ഖുർആനിൽ ഞാൻ നോക്കി പാരായണം ചെയ്തിട്ട് എത്ര ദിവസമായി? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ്, 3ാം ഖലീഫയാണ്. മരിച്ചു വീഴുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഖുർആനായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ കൊലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഖുർആനായിരുന്നു എന്നതാണ്. ഇന്ന മുസ്ഹഫഹു കാന ഫീ ഹിജ്രിഹി ഹീന ഖുതില, അദ്ദേഹം മരണപ്പെടുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ശത്രുക്കൾ കൊല ചെയ്യുന്നത്. മാത്രല്ല അദ്ദേഹത്തിന്റെ രക്തം പുരണ്ടിട്ടുണ്ട്. എവിടെയെന്നറിയോ? വിശുദ്ധ അദ്ദേഹം ഓതുന്ന വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ ആ വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറ അൽ ബഖറ, അവനെല്ലാം അറിയുന്നവനുമായി, ഈ ആയത്തില അദ്ദേഹത്തിന്റെ രക്തം ഉറ്റി വീണത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ അതിനെ സ്നേഹിക്കാനും അതേപോലെ തന്നെ ആ വിശുദ്ധ ഖുർആനിനെ ഇഷ്ടപ്പെടാനും ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ ആ ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയാനും ഭാഗ്യം ലഭിക്കുക എന്നത് വലിയ ഭാഗ്യമാണ് അല്ലെ. എന്നാൽ നമ്മൾ എത്ര വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ ഓതി നോക്കിയിട്ടുണ്ട്? ഇന്നലത്തെ പോട്ടെ, തീരുമാനിക്കണം, വിശുദ്ധ ഖുർആനുമായി ബന്ധം ഉണ്ടാകണം. ആ ബന്ധമാണ് തന്റെ റബ്ബുമായുള്ള ബന്ധത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരു അടയാളമായി നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. അതേപോലെ തന്നെ 2-ാമത്തെ ഒരു കാര്യം, സൽക്കർമ്മത്തിൽ മുഴുകാനും അങ്ങനെ ജീവിക്കാനും നാം തയ്യാറാണോ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ എത്ര സമയമാണ് നന്മകൾ ചെയ്യാൻ? എന്താ നന്മ എന്ന് പറഞ്ഞാൽ?
ഇന്നലെ ലേണിംഗ് ക്ലാസ് നടക്കുമ്പോ ആ ലേണിംഗ് ക്ലാസ്സിൽ ഒരു ചോദ്യം അവിടെ പഠിതാക്കളായ ആളുകളോട് ചോദിച്ചത്, എന്താണ് നന്മ? അമലു സ്വാലിഹാത്ത്. അമലു സ്വാലിഹാത്ത് എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും, നമസ്കരിക്കലും, നോമ്പനുഷ്ഠിക്കലും, അതുപോലെയുള്ള ഇബാദത്തുകൾ, അതാണ് നന്മ എന്നാണ്. എന്നാൽ അതാണോ നന്മ? നമ്മുടെ ജീവിതത്തിലെ എല്ലാം നന്മയല്ലേ? നന്മയാണ്. എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ തുടക്കം മുതൽ, ഇന്നത്തെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവിടെ നിന്ന് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ വിരിപ്പിലേക്ക് തിരിച്ചു കിടക്കുന്നത് വരെ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും പ്രാർത്ഥനകളും അതെല്ലാം നന്മയാണ്. ഒരാളോട് ചിരിക്കുന്നത് പോലും നന്മയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആര്? അള്ളാഹുവിന്റെ പ്രവാചകൻ. ഒരാളെ കാണുമ്പോ ചിരിക്കുന്നത് എന്താ ഉണ്ടാവേണ്ടത്? നിയ്യത്ത് ശരിയാവണം. ഞാൻ എന്തിനു ചിരിക്കണം? പലപ്പോഴും നന്മകളുണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ ആ നന്മകൾ നമുക്ക് പരലോകത്തിൽ ലഭ്യമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിലാണ് ഞാനും നിങ്ങളും പിന്നോട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്തെല്ലാം നന്മകളുണ്ട്? ഒരാളെ കാണുന്നത്, സംസാരിക്കുന്നത്, സഹായിക്കുന്നത്. പക്ഷെ അതിനൊക്കെ നിമിത്തമാവേണ്ടത് എന്താ? അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. ഇതിനെനിക്ക് പാരത്രികമായ ലോകത്ത് പ്രതിഫലമാണ്. ഇതുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ മറ്റൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാ. ഓരോന്ന് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോന്ന് തുടങ്ങുമ്പോഴും ചൊല്ലിപ്പറയണമെന്നല്ല ഞാൻ ചെയ്യുന്നത്. അത് ദുനിയാവിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ ആലോചിച്ചുകൊണ്ടല്ല, മറിച്ച് പാരത്രികമായ ജീവിതത്തിന്റെ സൗകര്യങ്ങളും എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിന്റെ ഇഷ്ടവും സ്നേഹവും ലഭ്യമാക്കാനാ എന്ന ഒരു ധാരണയോടുകൂടി അങ്ങനെ ചെയ്യാൻ കഴിയുക. നിങ്ങൾ ഒന്നുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറ. ഒരു മനുഷ്യനെങ്ങാനും അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇസ്തഅമലഹു, അവനെ എന്ത് ചെയ്യുമെന്നാണ്? അള്ളാഹു അവനെ നന്മ ചെയ്യിപ്പിക്കും എന്നാണ്. നന്മ ചെയ്യിപ്പിക്കും. ഫഖീല, ഇത് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് ചോദിക്കുന്നുണ്ട്, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ എങ്ങനെയാണത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യുവഫ്ഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അവന് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു അവന് നൽകും. അപ്പൊ നിങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്ര നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും. ആ കടന്നു വന്ന നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഞാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയോ അല്ലേ? ഒരു ഭിക്ഷ യാചിച്ചുകൊണ്ട് ഒരാൾ വരുമ്പോ അവിടെ നന്മ ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കാം. നമ്മളിങ്ങനെ പോകുന്ന വാഹനത്തിൽ പോകുന്ന സമയത്ത് ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. അയാളെ കണ്ടുമുട്ടുമ്പോ സലാം പറയുക, അതേപോലെ തന്നെ അദ്ദേഹത്തിന് വാഹനത്തിൽ ഒന്ന് ആ യാത്രക്ക് സൗകര്യം കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ ആ അവസരങ്ങൾ നമ്മൾ എത്ര ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹ് പറയാ, അങ്ങനെ ആ മനുഷ്യന് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകും. എപ്പോ? ഖബ്ലൽ മൗത്ത്, അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് എന്നതാണ്. അല്ലെ? നോക്കൂ നിങ്ങൾ, നമ്മൾ ആലോചിക്കുക. അതേപോലെ തന്നെ ഫറളായിട്ടുള്ള ധാരാളം നമ്മുടെ മേൽ നിയമമാക്കിയ, നിർബന്ധമാക്കിയ കുറെ കാര്യങ്ങൾ, അതിലുപരി സുന്നത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പുതിയ കാര്യങ്ങൾ, അല്ലെ? സുന്നത്താന്ന് പറഞ്ഞിട്ട് അതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് എന്നതാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇന്നലെ മറമാടപ്പെട്ട ഒരു സഹാബിയുടെ ഖബറിന്റെ അടുക്കലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോകുക. അങ്ങനെ പ്രവാചകൻ നടന്നു പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ള സഹാബത്തിനോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? തന്റെ കൂടെയുള്ള സഹാബികളോട് പറഞ്ഞു, റക്അത്താനി ഖഫീഫത്താനി മിമ്മാ യഅ്തിറൂന, മാത്രല്ല വതൻഫിലൂന യസീദുഹുമാ ഹാദാ ഫി അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തിൻ ദുനിയാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കിനി ദുനിയാവിൽ എത്ര ആയുസ്സുണ്ടോ, നിങ്ങൾക്ക് ദുനിയാവിൽ എത്ര ആയുസ്സുണ്ടോ
അത്രയും ആയുസ് ഈ കബറിൽ കിടക്കുന്ന കബറാളിക്ക് നൽകപ്പെട്ടാൽ, അല്ലെങ്കിൽ അല്ല എന്ത് ചെയ്യണം, ഈ കബറിൽ കിടക്കുന്ന ആളിന് അങ്ങനെ നിങ്ങളുടെ ആയുസ് കൊടുക്കുകയാണ്, അദ്ദേഹത്തെ തിരിച്ചു കൊടുത്തുകൊണ്ട് ദുനിയാവിലേക്ക് തിരിച്ചു വിളിച്ചാൽ അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ദുനിയാവിൽ ഏറെ അവഗണിച്ച, നിങ്ങൾ നിസാരമാക്കിയ 2 റക്അത്ത് സുന്നത്ത് വർദ്ധിപ്പിക്കാനാകും അദ്ദേഹം ശ്രമിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ അവഗണിച്ചു പോവുക അല്ലേ? പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഇവിടെ ജുമാ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ പല ആളുകളും ആ ജുമാ നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനക്ക് പോലും സമയം കാണാതെ എഴുന്നേറ്റ് നടക്കുന്ന ആളുകളെ കാണാൻ പറ്റും. 2 റക്അത്ത് നമസ്കാരം എന്ന് പറയുമ്പോ അത് വളരെ നിസ്സാരമായി കാണാൻ നമ്മള്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ആ കബറിൽ കിടക്കുന്ന ആളിന് ഒരവസരം തിരിച്ചു വരാൻ നൽകുകയാണെങ്കിൽ വളരെ നിസ്സാരമായി നിങ്ങൾ അവഗണിക്കുന്ന 2 റക്അത്ത് നമസ്കാരം പോലും അദ്ദേഹം എന്ത് ചെയ്യില്ല, ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ആയുസ് മുഴുവൻ ചിലവഴിക്കുക എന്നാണ്. എപ്പോഴാ ഇബാദത്ത് ചെയ്യാൻ കഴിയാ? എപ്പോഴാ സുന്നത്ത് ചെയ്യാൻ കഴിയാ? ആരോഗ്യവും ആയുസ്സും ഉണ്ടാകുമ്പോഴേ നമുക്കതിന് കഴിയുകയുള്ളൂ എന്ന ഒരു കൃത്യമായ തിരിച്ചറിവാ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. ആ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയം എന്നുള്ള നിലക്ക് ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എത്ര ചെയ്യാൻ കഴിയുമോ ആ നന്മകളെല്ലാം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടയാളങ്ങളെല്ലാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മുടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ നമുക്ക് അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.